നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. വീണ വിജയനുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും പരിശോധിക്കും, CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിശോധിക്കും, ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും, കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നുള്ളത്. അതിനുശേഷമായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിക്കുക. ഈ സാഹചര്യത്തിൽ മാസപ്പടി കേസിൽ ED CMRലിന് സമൻസ് അയച്ചൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച CMRL MD ആയ ശശിധരൻ കർത്തയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുകയുണ്ടായത്. ED അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ED സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യാനായി തിങ്കളാഴ്ച ഹാജരാകണമെന്ന നിർദ്ദേശം ED ശശിധരൻ കർത്തയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് ഇദ്ദേഹം നടത്തിയത്. പക്ഷേ അത് കോടതി പാടെ തള്ളുകയായിരുന്നു. CMRൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും 1,72,00,000 രൂപ നൽകിയെന്നാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനൊപ്പം തന്നെ വായ്പ എന്ന നിലയിൽ വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് സേവനം നൽകി, എന്തുകൊണ്ടാണ് പണം നൽകിയത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കേസിൽ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSADC എന്നിവരാണ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നത്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED സംഘവും കണക്ക് കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു വിശാലമായ അന്വേഷണം നടത്താൻ EDയും തീരുമാനിച്ചിരിക്കുന്നത്. സമാന്തരമായി തന്നെ SFIOയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടേക്കും. അത് സാധാരണ നടപടി തന്നെയാണ്. എന്നാൽ അതിനോട് സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചടക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷേ ED സംഘം കടന്നേക്കും. അതിനുശേഷം തന്നെയായിരിക്കും ചോദ്യം ചെയ്യലെന്ന നീക്കത്തിലേക്ക് കൂടി കടക്കുക. ഇതൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വിലപ്പോകുമെന്നത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.